നിങ്ങളൊരു വലിയ മനുഷ്യനാണ്. നിങ്ങളുടെ ഹൃദയവിശാലതയൊന്നും എനിക്കില്ല. ഞാനൊരു സാധാരണക്കാരനാണ്. എന്റെ കുടുംബത്തിനപ്പുറം ഒരു ലോകം ഞാൻ സ്വപ്നം കണ്ടിട്ട് പോലുമില്ല. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി കടന്നു വന്നു. ഞങ്ങളുടെ കുടുംബത്തെ ശിഥിലമാക്കാൻ കെൽപ്പുള്ളൊരു അതിഥി. ഞങ്ങളുടെ യാചനകളൊന്നും അയാൾ ചെവിക്കൊണ്ടില്ല. ഇനി ഒരിക്കലും മടങ്ങി വരില്ല എന്ന് ഉറപ്പോടെ എന്നേക്കുമായി ആ അതിഥിയെ ഞങ്ങൾ മടക്കി അയച്ചു. എല്ലാവർക്കും എന്ന പോലെ എനിക്കും എന്റെ കുടുംബം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിനെ സംരക്ഷിക്കാൻ ഞാൻ എന്തും ചെയ്യും. അവിടെ എനിക്ക് മുന്നിൽ ശരി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കൈകൂപ്പി നിൽക്കുന്ന ജോർജ് കുട്ടിയെ കാണുമ്പോൾ ഓഡിയൻസിന് എല്ലാവർക്കും ഒരു സാറ്റിസ്ഫാക്ഷനും അയാൾ പിടിക്കപ്പെട്ടില്ലല്ലോ എന്നുള്ളൊരു ആശ്വാസവും അയാളോടൊരു ദയവും ഒക്കെ തോന്നും. തൊട്ടടുത്ത സീനില് വരുൺ പ്രഭാകരന്റെ ഡെഡ് ബോഡി എന്ത് ചെയ്തു എന്ന് കാണിക്കുന്ന സമയത്താണ് ഈ പടത്തിന്റെ ട്വിസ്റ്റ് ഇരിക്കുന്നത്. ആ ചാക്ക് കെട്ടിനകത്തുനിന്ന് പശുവിന്റെ ഡെഡ് ബോഡി താഴെ വീഴുമ്പോഴത്തേക്ക് നമുക്ക് ഉണ്ടാകുന്ന ഒരു അന്താളിപ്പുണ്ടല്ലോ, എന്ത് ഈ ഇങ്ങനൊക്കെ ചെയ്യുമോ എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അതേ റിയാക്ഷൻ ആയിരുന്നു ക്ലൈമാക്സ് കാണുന്ന സമയത്ത്. 2013 ഒരു ക്രിസ്മസ് റിലീസ് ആയിട്ടാണ് ഈ പടം വരുന്നത്, ദൃശ്യം വരുന്നത്. വലിയ ഹൈപ്പ് ഒന്നും ഇല്ലാതെ വളരെ സൈലന്റ് ആയിട്ട് വന്ന് മലയാളത്തിലെ അന്നത്തെ ഏറ്റവും വലിയ ഹിറ്റായി മാറിയ ഒരു കിടിലൻ പടം. മലയാളത്തിലെ ആദ്യത്തെ 50 കോടി പടമാണ്. 62 ക്രോറോ മറ്റോ ഈ പടം അടിച്ചു എന്നാണ് എന്റെ ഒരു ഓർമ്മ. അത്ര കിടിലൻ പടം. പക്ഷെ ഇതിൽ ഏറ്റവും സങ്കടകരമായിട്ട് ഒരു കാര്യം എന്ന് വെച്ചാല്, ഈ ദൃശ്യം മൂവിന്ന് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വരുന്ന ഇമേജ് എന്താണെന്നറിയോ? ആ പാൻപരാഗിന്റെ പരസ്യത്തിൽ അഭിനയിച്ചിട്ട് നാഷണൽ അവാർഡ് കിട്ടിയ ഒരു കുരങ്ങനില്ലേ, അയാളുടെ ദൃശ്യം മൂവിയുടെ ടൈറ്റിലും ഫോട്ടോ ഒക്കെയാണ് വരുന്നത്. മലയാളത്തിലെ ഏറ്റവും വലിയ പടം, മലയാളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഭാഷയിൽ നിന്ന് ചൈനീസിലേക്ക് വരെ റീമേക്ക് ചെയ്ത ഒരു കിടിലം പടത്തിന്റെ ഈ റീമേക്ക് റൈറ്റ് എല്ലാം കൊടുത്തിട്ട് നമ്മളെ പടം ഇങ്ങനെ എവിടെയും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന കാണുമ്പോഴത്തേക്ക് ഒരു സിനിമ പ്രാന്തൻ എന്ന നിലയ്ക്ക് എനിക്കെപ്പോഴും ഒരു ദേഷ്യവും ഒരു ഫ്രസ്ട്രേഷൻ ഒക്കെ തോന്നിയിട്ടുണ്ട്. ഈ പടത്തിന്റെ തമിഴ് റീമേക്ക് വന്നതിന് ശേഷമാണ് ഈ സിനിമ കുറച്ചുകൂടി ആൾക്കാർ ശ്രദ്ധിക്കാൻ വേണ്ടി തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു ഒരു ഇന്റർനാഷണൽ ഓഡിയൻസിലേക്കൊക്കെ ദൃശ്യം അല്ലെങ്കിൽ പാപനാശം വരുന്നത് തമിഴ് വർഷം കണ്ടിട്ടാണ്. അപ്പൊ പലരും വിചാരിക്കുന്നത് തമിഴാണ് ഒറിജിനൽ, അവിടെ നിന്ന് ഹിന്ദിയിലേക്കും മറ്റു ഭാഷയിലൊക്കെ ഇത് റീമേക്ക് ചെയ്തു എന്നാണ്. പിന്നെ കൂടുതൽ റിസർച്ച് ചെയ്യുന്ന സമയത്താണ് 2013 ഒരു ലാലേട്ടൻ മൂവി ആയിട്ട് ഇത് മലയാളത്തിൽ ഇറങ്ങിയ സിനിമയാണെന്ന് പലരും ഇന്റർനാഷണലിൽ പലരും അറിയുന്നത് അങ്ങനെ തന്നെയാണ്. ഇന്ത്യൻ ഓഡിയൻസും ഒരു ഭൂരിഭാഗം ആൾക്കാരും അങ്ങനെ വിചാരിച്ചിട്ടുണ്ട് തമിഴാണ് ഒറിജിനലിന്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഈ മറ്റ് റീമേക്കുകളെല്ലാം ഒന്ന് കണ്ടു നോക്കണം. തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഇതെല്ലാം കണ്ടിട്ട് മലയാളം വേർഷൻ ഒന്നുകൂടി കാണുന്ന സമയത്താണ് ഈ ഒരു ഫിനോമിനൽ ലാലേട്ടൻ എന്ന് പറഞ്ഞ ഒരു സാധനം, ആ ഒരു പ്രതിഭാസം എന്താണെന്നൊക്കെ ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ലാലേട്ടന്റെ അഭിനയം കാണുന്ന സമയത്ത് നമുക്ക് അഭിനയം വളരെ സിമ്പിൾ ആണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് അങ്ങനൊരു തെറ്റിദ്ധാരണ നമുക്ക് ഉണ്ടാവും. പക്ഷെ മറ്റ് ഭാഷകളിലത്തെ പ്രധാനപ്പെട്ട നടന്മാരല്ലോ ഇല്ലേ, ഈ ദൃശ്യത്തിലെ ഓരോ സീനും അഭിനയിക്കാൻ വേണ്ടി ഇങ്ങനെ മുക്കി അഭിനയിക്കുന്ന സമയത്താണ് ഇത് അത്ര പെട്ടെന്ന് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്ന് നമ്മളെല്ലാരും തിരിച്ചറിയുക. കമലഹാസന് പോലും ഒരു 60% ഏഴെടുത്തോടും എത്തിയിട്ടില്ല. കണ്ടു കേട്ടോ പടം. അങ്ങനെ ഒരു കിടിലം പടമായിരുന്നു ദൃശ്യം എന്ന് പറയുന്നത്. ശരിക്കും ഞെട്ടിപ്പോയിട്ടോ. ഈ പടത്തിന്റെ ട്വിസ്റ്റ് എല്ലാം വിളിച്ചു പറഞ്ഞിട്ട് അടി കൊണ്ട കുറെ ആൾക്കാരെല്ലാം ഉണ്ട്. തിയേറ്ററിൽ സിനിമ കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് ഈ ചാക്ക് ഓപ്പൺ ആക്കുമല്ലോ, അപ്പൊ പശു വരുന്നത് അല്ല പശുവാണെന്ന് പറഞ്ഞിട്ട് അടിവാങ്ങിയവരും പന്തക്കിളി കേട്ടവരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മള് വാഴലൊക്കെ കണ്ടിട്ടില്ല, അതെല്ലാം ശരിക്കും നടന്ന സംഭവം തന്നെയാണ്. നമ്മളിത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് വീട്ടുകാർക്കിടയിൽ വീട്ടിലത്തെ എല്ലാ ആൾക്കാരും ഇത് കണ്ടിട്ടുണ്ടാവില്ലല്ലോ. അപ്പൊ നമ്മൾ ആവേശം കൊണ്ട് ഇപ്പൊ പശു വരും, ഇപ്പൊ പോത്ത് വരുന്നതൊക്കെ പറയുന്ന സമയത്തും ഇതേ അടി എനിക്ക് വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. സോ അതെല്ലാം ഈ സിനിമയെ കുറിച്ചിട്ടുള്ള നല്ല സ്മരണകളാണ്. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇന്നേ വരെ വന്നിട്ടുള്ള വെച്ച് ഒരു കിടിലം സസ്പെൻസ് ത്രില്ലർ എന്ന് പറയാൻ വേണ്ടി പറ്റിയ ഒരു ഹെവി പടം. ഒരു പക്ക ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ ഒരു കഥ ജീത്തു ജോസഫ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഈ പടത്തിന്റെ സിനിമാറ്റോഗ്രഫിയും ബാക്ക്ഗ്രൗണ്ട് സ്കോറും എടുത്ത് പറയേണ്ടതാണ് കേട്ടോ. സുജിത്താണ് സിനിമാറ്റോഗ്രഫി ചെയ്തിട്ടുള്ളത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ അനില്. അതില് ഈ പശുവിന്റെ ഡെഡ് ബോഡി താഴെ വീഴുമ്പോഴുള്ള ഒരു ട്രാക്ക് ഉണ്ട്, ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ട്. അതൊരു ഹെവി വർക്ക് ആയിരുന്നു. അത് എക്സാക്ട്ലി ലൈക്കില്ല എനിക്ക് മെമ്മറീസില് ഈ നമ്മുടെ പൃഥ്വിരാജ് ചോദിക്കുന്ന സാധനമില്ലേ, കർത്താവ് ഏത് ഭാഷയിലാണ് സംസാരിച്ചിരുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് അരാമിയ എന്ന് പറയുമ്പോഴത്തേക്ക് ഇയാൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് രണ്ടും എനിക്ക് എപ്പോഴും ഒരേപോലെ തോന്നാറുണ്ട്. ചിലപ്പോ എന്റെ തോന്നലായിരിക്കും. എനിവേ ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിലില്ല, ഈ ജോർജ് കുട്ടിയെക്കാളും, അതായത് ജോർജ് കുട്ടി ആയിട്ട് അഭിനയിക്കുന്ന ലാലേട്ടനാണല്ലോ, ലാലേട്ടൻ അഭിനയിക്കുന്ന കാണുമ്പോഴത്തേക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തു വെക്കുന്ന പോലെ നമുക്ക് തോന്നും. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് ഇങ്ങനെ വലിയ കാര്യമായിട്ട് ഒന്നും പറയാനൊന്നുമില്ല, കാരണം ഓൾറെഡി ഒരു ലെജൻഡ് ആണത്. അപ്പോ ഇത് ഞാൻ സഹദേവനെ കുറിച്ചിട്ടാണ് കൂടുതലും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. സഹദേവനെ ഉണ്ടല്ലോ ഈ സിനിമയുടെ സ്റ്റാർട്ടിങ് മുതലേ വളരെ പ്ലാൻഡ് ആയി ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. ശരിക്കും സഹദേവനെ പോലൊരു അത്രയും രച്ചിയായ ഒരു പോലീസുകാരനില്ലേ ഞാൻ അങ്ങനെ സിനിമയിൽ അധികം കണ്ടിട്ടുണ്ടാവില്ല. ഒരു സീനുണ്ട്, അതായത് ഈ മാരുതി കാർ കൊണ്ട് ലാലേട്ടൻ പോയ കാര്യം ഈ പോലീസുകാർക്ക് മനസ്സിലാവും. അതായത് ഷാജോൺ ഇത് കാണുന്നുണ്ടല്ലോ, മറ്റേ പാസ്പോർട്ട് വെരിഫിക്കേഷൻ വരുന്ന സമയത്ത്
എന്നിട്ട് ഇയാൾ ഈ കാറ് കണ്ട കാര്യമില്ലേ, ചായക്കടയിൽ വന്നിട്ട് പറയുന്നൊരു സീനുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിച്ചോ? അതായത് ചായക്കടയിൽ വന്നിട്ട് ഈ ചായക്കടക്കാരനോട് ഇയാൾ പറയും, സഹദേവൻ പോലീസ് ഇങ്ങനെ പറയും, ഈ ഒരു മാരുതി കാർ, ഒരു മഞ്ഞ സെൻ കാർ ഇതിലേക്കൂടെ പോയി എന്ന് പറഞ്ഞിട്ട് ആ ചായക്കടയുടെ വാതിലില് ഒരു മിറർ തൂക്കിയിട്ടുണ്ട്. ആ മിററിൽ ഈ ജോർജ് കുട്ടിയുടെ റിയാക്ഷൻ എന്താണെന്ന് അയാള് മനസ്സിലാക്കുന്നുണ്ട്. ഈ കാറിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് അവിടെ ചായ കുടിച്ചു കൊണ്ടിരുന്ന ജോർജ് കുട്ടി പെട്ടെന്ന് ഇങ്ങനെ തല പൊക്കി നോക്കുന്നുണ്ട്. അതോടെ അവർക്ക് മനസ്സിലാവുന്നത് ജോർജ് കുട്ടിയാണെന്ന് അയാൾ ഉറപ്പിക്കും. കുറച്ചൊരു ഐഡിയ ഉണ്ടായിരുന്നു, പക്ഷെ ഇതോട് കൂടിയിട്ട് അയാൾ ഫിക്സ് ആക്കുക ജോർജ് കുട്ടിയായിരുന്നു. ആ സീന് തൊട്ട് മുമ്പായിട്ട് ഇയാൾ കടയിലേക്ക് വരുന്ന സമയത്ത് ഈ ചായക്കടയിൽ ഒരു റിക്ഷക്കാരൻ ഉണ്ടാവും. നിങ്ങൾ ഇനി കാണുമ്പോൾ ശ്രദ്ധിച്ചു ചോദിക്കും. അപ്പൊ അയാളോട് ഒരു 100 രൂപ ഈ സഹദേവൻ ചോദിക്കും. അപ്പൊ റിക്ഷ ഡ്രൈവർ പറയും, മോന് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുകയാണെന്നെല്ലാം പറയും. അപ്പൊ ഇയാളുടെ കീശയില് കൈ ഇട്ടിട്ട്, മോൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ നിന്റെ കയ്യിൽ എന്തായാലും പൈസ ഉണ്ടാവാതിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് പോക്കറ്റ് ഫുള്ള് തപ്പി നോക്കും. അപ്പോൾ 20 രൂപ കിട്ടും. ആ 20 രൂപ ഇയാൾ എടുത്തിട്ടില്ലേ, ഈ ചായക്കടയിൽ നിന്ന് സിഗരറ്റ് വാങ്ങുന്ന ഒരു സീൻ ഉണ്ട്. അത് അത്രയും ക്രൂരമായിട്ടുള്ള ഒരു സീനില്ലേ, ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടുണ്ടാവില്ല. അത് അത്രയ്ക്ക് ടെറിബിൾ ആണ് ഈ ചെങ്ങായി. ഫസ്റ്റ് അതായത് ഈ ചായക്കട ജോർജ് കുട്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ ചായക്കടയിൽ 2 ആൾക്കാരുണ്ട്, 2 വയസ്സന്മാരുണ്ടാവും. അവരും ഇതേപോലെ സഹദേവന് ഈ കൈക്കൂലി കൊടുക്കാൻ വേണ്ടി വന്നതായിരിക്കും. ഇനി പാസ്പോർട്ട് വെരിഫിക്കേഷന്റെ ആ സീനും നോക്കിക്കഴിഞ്ഞാലും ഇല്ലേ, ഇയാള് ആ വീട്ടിലുള്ള അവളോട് പറയുന്നുണ്ട്, അതായത് പാസ്പോർട്ട് ആരുടെ പേരിലാണോ അയാൾ വീട്ടിലുണ്ടെങ്കിൽ സാധാരണ ഞാൻ 300 രൂപയാണ് കൈക്കൂലി വാങ്ങുക, അയാൾ ഇല്ലാത്ത സ്ഥിതിക്ക് നിങ്ങൾ ഇതിന്റെ ഡബിൾ തരണമെന്ന്. എന്നിട്ട് ഇയാള് ആ വീട്ടിലേക്ക് വന്ന റിക്ഷക്കൂലി വരെ ഈ വീട്ടുകാരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ട്. അതായത് റിക്ഷക്കാരനോട് ചോദിക്കും എത്ര പൈസയെന്ന്. അയാൾ 70 രൂപ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ വീട്ടുകാരന്റെ കയ്യിൽ നിന്ന് 70 രൂപ വാങ്ങിയിട്ട് പാവങ്ങളെ ഇങ്ങനെ ഒന്നും ഊറ്റല്ലടാ, അന്ന് 50 മതി എന്നിട്ട് 50 രൂപ റിക്ഷക്കാരന് കൊടുക്കും. അങ്ങനെ വളരെ ടെറിബിൾ ആയിട്ട് ചെയ്തു വെച്ചിട്ടുള്ള വല്ലാത്തൊരു മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണ് ഈ സഹദേവൻ എന്ന് പറയുന്നത്. ആക്ച്വലി സഹദേവൻ ജോർജ് കുട്ടിയെ ഇടിക്കാൻ വേണ്ടി ഒരു അവസരം കാത്തിരിക്കുകയാണ്. അതായത് ഗീതാ പ്രഭാകർ സഹദേവ എന്ന് വിളിക്കാനായിട്ട് കാത്തിങ്ങനെ മുട്ടി നിൽക്കാന്നൊക്കെ പറയില്ല, അതുപോലെ കാത്തിരിക്കുകയായിരുന്നു. ആ ഒരു ഫൈറ്റില് ഞാൻ ഈ അടുത്ത കാലത്ത് ശ്രദ്ധിച്ചൊരു കാര്യം, ഈ അടുത്ത് ഈ അൻസിബയുടെ ഒരു ഇന്റർവ്യൂലാണ് അവർ പറഞ്ഞത്. അതായത് അടി കൊണ്ട് ചവിട്ടുകൊണ്ട് താഴെ വീഴുന്ന ജോർജ് കുട്ടി അവിടെ നിന്ന് തിരിഞ്ഞു വന്നിട്ട് ഇയാൾ വളരെ നിഷ്കളങ്കമായിട്ട് ഫാമിലിയെ നോക്കി ചിരിക്കുന്നുണ്ട്. അതായത് ആ കുട്ടികളെ ഒന്ന് സമാധാനപ്പെടുത്താനായിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നൊരു തോന്നൽ ചെറിയ റിയാക്ഷനിൽ കൂടെ കാണിക്കാനായിട്ട് ജോർജ് കുട്ടി ചെറുതായിട്ടൊന്ന് ചിരിക്കുന്നുണ്ട്. ഈ അടുത്താണ് ഞാൻ ശ്രദ്ധിച്ചത് അവരുടെ ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം. ശരിക്കും അതുപോലെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ചില സാധനങ്ങൾ ഈ ജോർജ് കുട്ടി പടത്തിന്റെ പല ഭാഗങ്ങളിലും ചെയ്തു വെച്ചിട്ടുണ്ട്. സോ ആ ഒരു ക്യാരക്ടറൈസേഷൻ നോക്കുന്ന സമയത്ത് തന്നെ ഇല്ല, ഭയങ്കരമാണ്. അതായത് ആ ഫാമിലി വിട്ട് അയാൾ പുറത്തേക്ക് ഒരിക്കലും പോകുന്നില്ല. ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പരമാവധി നോക്കുന്നുണ്ട്, ഏതറ്റം വരെയും പോകും. പിന്നെ എന്നെ ആകർഷിച്ച വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇയാൾ ഒരു ഭയങ്കര സിനിമാ പ്രാന്തനാണ്. അയാളുടെ എല്ലാ നോളജും 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, പക്ഷെ അതിനപ്പുറത്തേക്കുള്ള അയാളുടെ എല്ലാ നോളജും അയാൾക്ക് കിട്ടുന്നതില്ലേ സിനിമയിൽ കൂടിയാണ്. സിനിമ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഫ്രീ നോളജ് ആണ്. 2.5 മണിക്കൂർ നമ്മളുടെ സിനിമ കാണുന്നത് കൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നുണ്ട്. ഒന്നുമില്ലെങ്കിലും ഇല്ലേ, നമ്മൾ ക്യാരക്ടേഴ്സിനെ പഠിക്കും, വ്യക്തികളെ പഠിക്കാൻ അല്ലെങ്കിൽ ആൾക്കാരുടെ സ്വഭാവം പഠിക്കാൻ ഏറ്റവും അടിപൊളിയായിട്ടൊരു സാധനമാണ് സിനിമ എന്ന് പറയുന്നത്. സൊസൈറ്റിയിൽ നിന്ന് പഠിക്കാൻ വേണ്ടി പറ്റും, പക്ഷെ സൊസൈറ്റിയിൽ നിന്ന് പഠിക്കുന്ന സമയത്ത് നമുക്ക് പല കാര്യങ്ങളും വിട്ടുകൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. സിനിമയാകുമ്പോഴത്തേക്ക് ഫ്രീ ആണ്, ഫ്രീ. ഓക്കെ, അപ്പൊ ഞാൻ സിനിമയെ വല്ലാണ്ട് പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഇനി ദൃശ്യം എന്ന് പറയുന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ, ആ സ്ക്രിപ്റ്റ് DC ബുക്സ് ആണെന്ന് തോന്നുന്നു അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. തിരക്കഥയെല്ലാം എഴുതാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ സിനിമ പഠിക്കാൻ താല്പര്യമുള്ള ഏതൊരു സിനിമാ പ്രാന്തനും വാങ്ങി വായിക്കേണ്ട ഒരു സ്ക്രിപ്റ്റ് കൂടിയാണ് ദൃശ്യത്തിൻ്റെത്. മലയാളത്തിൽ ഇതുവരെ ഇറങ്ങിയിട്ടുള്ളതിൽ വെച്ച് ഒരു ബെഞ്ച് മാർക്ക് മൂവി. ലാലേട്ടന്റെ ഹെവി ആയിട്ടൊരു അഭിനയം. ലാലേട്ടൻ ഈ പടത്തിൽ എന്താണ് ചെയ്തു വെച്ചിട്ടുള്ളതെന്ന് മനസ്സിലാവണമെങ്കിലില്ലേ, നമ്മൾ ഈ മറ്റു ഭാഷയിലെ കുരങ്ങന്മാരിൽ എങ്ങനെയാണ് അഭിനയിച്ചിട്ടുള്ളതെന്ന് കണ്ടു നോക്കുക. പാപനാശം 2 ഒന്നും വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കന്നഡയുടെ തെലുങ്കിന്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ, പക്ഷെ വല്ലാണ്ട് സ്കോർ ചെയ്താരെന്നറിയോ, ഹിന്ദിയാണ്. ഹിന്ദിയിൽ പല ആൾക്കാരും വിചാരിച്ചൊരു ഹിന്ദി പടമാണെന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ ഇനിയും ഇത് മലയാള സിനിമയാണെന്ന് മനസ്സിലാവാത്ത നോർത്ത് ഇന്ത്യക്കാരെല്ലാം മലയാള സിനിമ, അതായത് ദൃശ്യത്തിന്റെ ഒറിജിനൽ വേർഷൻ ഏതെങ്കിലും കാലത്ത് കാണാൻ ഇടയാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആ പഴയ പടത്തിന്റെ അടുത്ത എപ്പിസോഡിൽ കാണാം.